ശ്രീ ജയപ്രകാശ്, താങ്കൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നറിയാം. കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരണങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യവും താങ്കൾക്കുണ്ട്. പക്ഷേ മുഴുവൻ പ്രതികളെയും പിടികൂടുക, ഇത്തരമൊരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ മുഖ്യ പ്രതിയുമായി തെളിവെടുപ്പ് നടന്നു, റിമാൻഡ് റിപ്പോർട്ട് വന്നു. അതിൽ ഈ ഏത് രൂപത്തിലാണ് സിദ്ധാർത്ഥൻ ആക്രമിക്കപ്പെട്ടത് എന്നത് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയില്ലാത്ത വിധം ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് കൊലപാതക കുറ്റം ചുമത്താവുന്ന ഒരു വിഷയമായി തന്നെ പോലീസ് കണക്കാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഗൗരവത്തിൽ അന്വേഷണം പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി വേണം എന്നൊരു ആവശ്യത്തിലേക്ക് നിങ്ങളിപ്പോൾ എത്തുന്നത്, ശ്രീ ജയപ്രകാശ്? അല്ല, ഇപ്പോൾ പറയുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല, സിദ്ധാർത്ഥന് ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയല്ലല്ലോ. ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമല്ല. ആത്മഹത്യ അവിടെ നടന്നിട്ടില്ല, അവിടെ കൊലപാതകം നടന്നിട്ടുള്ളത്. എല്ലാവരും അവർ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ. 3 ദിവസം വരെ ഒരു റൂമിൽ ഒരു 10-30ഓളം കുട്ടികൾ, 10-30ഓളം ക്രിമിനൽസുകൾ അടിച്ച് അവശനാക്കി, ഷട്ടിൽ കോർട്ടിൽ കൊണ്ടുപോയി അവിടെയും വെച്ച് അടിച്ച് അവശനാക്കി, ഇത്രയും റെഡിയാക്കി, അവന് എഴുന്നേക്കാൻ പോലും പറ്റാതെ, ആഹാരം പോലും കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഇത്രയും റെഡിയാക്കിയിട്ട് റൂമിനകത്ത് കൊണ്ടിട്ടു. റൂമിനകത്ത് കൊണ്ടിട്ടിട്ട് അവൻ ചിലപ്പോൾ അവശനായി കാണും, ചിലപ്പോൾ വീണ് കാണും. അവിടെ ഇട്ട് കഴുത്ത് മുറുക്കി കൊന്നില്ലേ? കഴുത്ത് മുറുക്കി കൊന്നിട്ട് എന്നിട്ട് പറയുന്നു ആത്മഹത്യ അല്ലാതെ അവന് വേറെ മാർഗമില്ലാതെ. നിങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതല്ലേ? എന്തുമാത്രം ക്രൂരമായിട്ടാണ് ചെയ്തേക്കുന്നത്. 3 ദിവസം പഴക്കമുള്ള മുറിവുകൾ, ആന്തരിക മുറിവുകൾ, 3 ദിവസം പഴക്കമായത്. അവൻ്റെ സ്റ്റൊമക്കെല്ലാം എംറ്റി, ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 3 ദിവസം ആഹാരമില്ലാതെ തന്നെ കിടന്നു കഴിഞ്ഞാലും നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞ് ആഹാരമില്ലാതെ വെള്ളം പോലും ഇല്ലാതെ കഴിഞ്ഞാൽ പോട്ടെ, ആക്രമം പോട്ടെ, ഒന്നും പോട്ടെ, ആഹാരമില്ലാതെ 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കൂ, എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? ഇത്രയും കഴിഞ്ഞിട്ട് ഇത്രയും ഹൈറ്റിൽ അവന് കയറി തൂങ്ങാൻ പറ്റും? അത് ആഹാരമില്ലാതെ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ഇത്രയും അടിച്ച് അവശനാക്കി അവൻ്റെ ശരീരം മൊത്തവും അവന് എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയാക്കിയിട്ട് പിന്നെ പറയുകയാണ് ആത്മഹത്യ അല്ലാതെ അവന് വേറെ മാർഗമില്ലാതെ. എനിക്ക് മനസ്സിലാവുന്നില്ല ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാന്ന്. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് അവൻ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു വെക്കേണ്ട ഒരു ഇത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വകുപ്പുകളൊക്കെ മാറ്റാൻ പറ്റും. ഞാൻ പറയട്ടെ, ഞാൻ റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ചല്ല പറയുന്നത്. അല്ല, ഓക്കെ, സോറി, ഓക്കെ, അഭിപ്രായമായി എടുക്കുന്നില്ല. റിമാൻഡ് റിപ്പോർട്ട് ചിലപ്പോൾ അവരെങ്ങനെ എഴുതട്ടെ, റിമാൻഡ് റിപ്പോർട്ട് അവർ ഏത് രീതിയിൽ എഴുതട്ടെ. റിമാൻഡ് റിപ്പോർട്ട് ചിലപ്പോൾ കാണും അവന് ചിലപ്പോൾ മാനസിക വിഷമമായിട്ട് പെട്ടെന്ന് പോയി തൂങ്ങിച്ചെത്തെന്ന് പറയുമായിരിക്കും. റിമാൻഡ് റിപ്പോർട്ട് അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും 3 ദിവസമായി ഭക്ഷണം പോലും കൊടുക്കാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്, ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനായിരുന്നു, ഇത്രയും അടിച്ച് അവശനാക്കി എടുത്തിട്ട് അവൻ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാക്കിയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് അവനൊന്നും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത, വെള്ളം പോലും എഴുന്നേറ്റ് നിന്നിട്ട് കുടിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാക്കിയിട്ട് അവൻ പറയും ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ലാതെ. ആത്മഹത്യയല്ല, ഇത് ക്ലിയർ മർഡർ. അവിടെ നടന്നിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകം. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നതല്ല. എൻ്റെ ആദ്യത്തെ കംപ്ലൈൻറ്റ് ഞാൻ അടുത്ത് ADGP കൊടുത്തിട്ടുള്ള അതുമുതലുള്ള കംപ്ലൈൻറ്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇത് മർഡറാണ് നടന്നിട്ടുള്ളത്. മർഡറിന് തന്നെ കേസെടുക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.